എഞ്ചിനീയറെ നിന്നെ തന്നെയാടാ, ഇങ്ങോട്ട് വാടാ. എടാ നിനക്ക് വല്ല കാര്യമുണ്ട് ആ പെണ്ണുമ്പിള്ളയുടെ വായിരിക്കുന്ന കേൾക്കാനായിട്ട്? ഓ കഷ്ടം. ഒന്ന് വെറുതെ ഇരിക്കുവോ പേട്ടാ, നന്നായി പഠിക്കുന്ന കുട്ടിയാ. എന്റെ പെങ്ങളുടെ ക്ലാസ്മേറ്റാ. 10ാം ക്ലാസ്സിൽ 95% മാർക്കുണ്ടായിരുന്നു. അല്ല, നീ ഇത് ആരുടെ കാര്യ പറയുന്നത്? തള്ളയുടെ ആണോ അതോ മോടെയാണോ? ആരുടെ ആയിരിക്കും? അതെനിക്കറിയാൻ പാടില്ലാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. അത് മനസ്സിലായില്ലെങ്കിലേ പപ്പേട്ടാ, നിങ്ങൾ എന്നെ അങ്ങനെ അങ്ങ് ആക്കണ്ട കേട്ടോ. ഞാൻ അങ്ങനെ ആക്കുന്നില്ല. മോനിയോട്ട് വന്നേ. ദോ ആ സൂര്യൻ കണ്ടോ? ആ സൂര്യൻ തെളിഞ്ഞെങ്കിലേ സാഗരത്തിന് ഇത്രയ്ക്കും ചന്തം ഉണ്ടാവൂ. മനസ്സിലായി മോനെ. തുടങ്ങി പപ്പേട്ടന്റെ ഒടുക്കലത്തെ ഒരു സാഹിത്യം. ഓക്കെ, നിനക്ക് സാഹിത്യം ഇഷ്ടമില്ലെങ്കിൽ ഞാനത് പറയുന്നില്ല. പക്ഷെ ഇനി പറയാൻ പോകുന്നത് സാഹിത്യമല്ല. നമ്മുടെ ആശാനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ഒന്ന് വിളിച്ചു ചോദിക്കാന്നുള്ള മര്യാദ നമുക്കുണ്ടല്ലോ. അതുണ്ട്. ദോ കിടക്കുന്ന ഇന്ത്യക്ക കാറില്ലേ, ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ കൊടുക്കണ്ട. അത് നീ ഒന്ന് പണിയാൻ നോക്കിയേ. ആശാന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അത്യാവശ്യത്തിന് ആശാനെ ഈ ഫോണിൽ തപ്പിയാലും കിട്ടിയല്ല. കിട്ടി. കാരുണ്യ, ഇന്നത്തെ കാരുണ്യ, ഇന്ന് ചേട്ടാ ഒരു സാധനം മേടിക്കാൻ ഈ ഹെൽമെറ്റ് വെച്ചിരിക്കുന്ന ആരാന്നറിയോ? പഞ്ചായത്ത് മെമ്പറാ. ആളറിയാതിരിക്കാൻ വെച്ചിരിക്ക. അത് കണ്ടോ, അന്ന നാടാ 4ാമത്തെ പ്രാവശ്യമായി കൊണ്ടുപോകുന്നത്. ഇതിന് മാത്രം എന്തിനാ ഈ സാധനം? അമ്പലത്തിലെ വെളിച്ചപ്പാടാ. പുള്ളിയുടെ വാള് കളഞ്ഞു പോയിട്ടെ ഒരെണ്ണം അടിച്ചിട്ട് വാള് വെക്കാൻ വേണ്ടി വന്നിരിക്ക. തളല്ലേ? ഇഷ്ടപ്പെട്ടില്ല. ആശാനല്ലേ? ആശാനോടെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ ക്യൂവിലാടാ. ക്യൂവിലോ? പോലീസ് സ്റ്റേഷനിൽ വല്ല ജാഥാക്കാരെ അറസ്റ്റ് ചെയ്തോണ്ട് വന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. ധൈര്യമായിട്ട് ആശ മുമ്പോട്ട് ചെന്നോ. SIയുടെ മുമ്പിൽ ചെന്നാലേ ഒരു കുഴപ്പമില്ല. ഇപ്പൊ ജനമൈത്രി പോലീസ് സ്റ്റേഷനാ. അവര് പ്രായത്തെ ബഹുമാനിക്കും. ജനമൈത്രി ഇവിടെ ഒരു മൈത്രി ഇല്ല. എല്ലാവരും ആക്രാന്തമാ. അയ്യോ, തല്ലി വാങ്ങിക്ക ഇത്രയ്ക്ക് ആക്രാന്തോ? അവിടെ എന്നെ ഒരു ഒച്ച കേൾക്കുന്നത് ഇടിയായിരിക്കും അല്ലേ? ഇടി എങ്ങനെയാലും സഹിക്കാം, പക്ഷെ ഈ തള്ള സഹിക്കാൻ വയ്യാത്തത്. എന്നെയാണെങ്കിൽ വിറയ്ക്കാനും തുടങ്ങും. എന്നാ ഒരു കാര്യം ചെയ്യ്, വരുന്ന വഴിക്ക് ആ ബീവറേജിക്ക് 2 അടിച്ചാൽ മതി. അപ്പൊ വിറവലങ്ങ് മാറിക്കോളും. ബില്ലടിക്കുന്നവന് ഭയങ്കര സ്ലോ, പൊരിയുന്നവനെ കൊച്ചച്ഛന്റെ മോനാന്നാ പറയുന്നത്. മുന്നിൽ നിൽക്കുന്നവന് 3-4 കുപ്പിയും കൊണ്ട് പോകുമ്പോ എനിക്ക് സങ്കടം വരുന്നടാ. ചേട്ടാ ഒന്ന് വേഗം എടുക്കേട്ടാ. എനിക്കൊന്നും പുടി കിട്ടുന്നില്ലല്ലോ. ആശാന് തെറ്റിയോ അതോ എനിക്ക് തെറ്റിയോ? അല്ല, ആശാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ? ഞാൻ പോലീസ് സ്റ്റേഷൻ അല്ല, ബീവറേജിന്റെ ക്യൂവിലാ. അയ്യോ, അപ്പൊ പോലീസുകാർ ആശാനെ വെറുതെ വിട്ടോ? പിന്നെ എപ്പോഴാ വിട്ട്? നമ്മുടെ ആശാനെ പോലീസുകാർ വിട്ടെന്ന് ഇപ്പൊ തറവാട്ടിലുണ്ട്. എവിടെ? ബീവറേജിലുണ്ടെന്ന്. ഓ അങ്ങനെ. ഓക്കെ ആശാനെ, 2 മാറ്റോട് നേരെ ഇങ്ങോട്ട് പോരും. നമുക്ക് ഇവിടെ ഇരുന്ന് അടിക്കാം. പിന്നെ വിളിക്കാം.